ബജറ്റിനെതിരെ പാർലമെന്റിനകത്തും പുറത്തും പ്രതിഷേധം ഘടിപ്പിച്ച് ഇന്ത്യ സഖ്യം പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ അവഗണിച്ചെന്ന ആരോപണം ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ തള്ളി. എല്ലാ സംസ്ഥാനങ്ങളുടെയും പേര് ബജറ്റിൽ പറയാനാകില്ലെന്ന് ധനമന്ത്രി രാജ്യസഭയിൽ വ്യക്തമാക്കി. Have not named many states and probably spoke about only 2 states. There are few points which I have to table here with your permission. Voice here with your permission as to what happens in a speech. Congress party has been in power for a very long time in this country. They presented so many different budgets and they would know clearly that in every budget you don't get an opportunity to name every state of this country. If the speech does not mention the name of a particular state, does it mean that the schemes of the government of India, the programs of government of India, അതേസമയം ബജറ്റിലെ അവഗണനയിൽ പ്രതിഷേധിച്ച നീതി ആയോഗ് യോഗം ബഹിഷ്കരിക്കാൻ കേരളം തീരുമാനിച്ചു. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് രാധാകൃഷ്ണനാണ് ചേരുന്നത്. ആർക്കെ, ഇപ്പോൾ ധനമന്ത്രി പറയുന്നത് ബജറ്റിൽ എല്ലാ സംസ്ഥാനങ്ങളുടെയും പേര് പറയാനാവില്ല, പക്ഷെ അതിനൊരു മറുവശമുണ്ട്. ബീഹാറും ആന്ധ്രയും പലതവണ അവരുടെ പേര് ഉപയോഗിച്ചു ധനമന്ത്രി എന്ന ഒരു പുറവുമുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും മഹാരാഷ്ട്രയ്ക്ക് 76,000 കോടി രൂപ നൽകി എന്ന കാര്യമൊക്കെ ഈ സ്പീച്ചിൽ ഇപ്പോൾ ധനമന്ത്രി പറയുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇനിയും മറ്റു സംസ്ഥാനങ്ങൾക്ക് പ്രതീക്ഷിക്കാനായി ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള കാര്യങ്ങൾ ബജറ്റിതരമായി വരും എന്ന ഒരു സൂചന കൂടിയാണോ ധനമന്ത്രി നൽകുന്നത്? ഒപ്പം തന്നെ ഇന്ത്യ സഖ്യത്തിന്റെ ഒരു പ്രതിഷേധവുമുണ്ടല്ലോ. ഫെഡറൽ വ്യവസ്ഥകൾ ലംഘിച്ചുകൊണ്ടാണ് ബഡ്ജറ്റ് അവതരിപ്പിച്ചത് എന്ന് ആരോപിച്ചായിരുന്നു ഇന്ത്യ സഖ്യം പ്രതിഷേധം സംഘടിപ്പിച്ചത്. അതിനോടാണ് ലോക്സഭയിൽ ധനമന്ത്രി പ്രതികരിച്ചത്. ധനമന്ത്രി പറഞ്ഞ മറുപടി അനുസരിച്ച് നിലവിലുള്ള സാഹചര്യത്തിൽ പ്രതിപക്ഷം നടത്തുന്ന പ്രതിഷേധം അതിന് ഏതെങ്കിലും വസ്തുതാപരമായിട്ടുള്ള അടിസ്ഥാനങ്ങളില്ല. ബഡ്ജറ്റിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന്റെ പേര് പറഞ്ഞിരിക്കണം എന്ന വിധത്തിൽ ഉള്ള ശാഠ്യം അത് ഒരു തരത്തിലും അംഗീകരിക്കാവുന്നതല്ല. ചില സംസ്ഥാനങ്ങളുടെ പേര് പറഞ്ഞു എന്നുള്ളത് കൊണ്ട് മറ്റു സംസ്ഥാനങ്ങളെ അവഗണിച്ചു എന്ന അർത്ഥമില്ല. എല്ലാ സംസ്ഥാനങ്ങൾക്കും അർഹമായിട്ടുള്ള വിഹിതം ബഡ്ജറ്റിലുണ്ട്. വിവിധ പദ്ധതികൾ ഒരു ഫെഡറൽ രീതിയിൽ പരിഗണിച്ചുകൊണ്ടാണ് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതിന്റെ ഗുണഫലം എല്ലാ സംസ്ഥാനങ്ങൾക്കും ലഭിക്കും. കേന്ദ്ര പദ്ധതികളുടെ ഗുണഫലം ലഭിക്കുന്ന സംസ്ഥാനങ്ങൾ ആണ് ഈ ഫെഡറൽ വ്യവസ്ഥയുടെ ഭാഗമായിട്ട് ഉള്ളത്. ചില സംസ്ഥാനങ്ങളെ രൂക്ഷമായിട്ടുള്ള ഭാഷയിൽ ധനമന്ത്രി കുറ്റപ്പെടുത്തുകയും ചെയ്തു. പശ്ചിമ ബംഗാളിനെയാണ് ധനമന്ത്രി പ്രധാനമായും ലക്ഷ്യമിട്ടത്. കേന്ദ്ര പദ്ധതികൾ നടപ്പാക്കാത്ത പശ്ചിമ ബംഗാളും ഈ വിഷയത്തിൽ നടത്തുന്ന പ്രതിഷേധം അപഹാസ്യമാണ് എന്ന വിധത്തിലായിരുന്നു തൃണമൂൽ കോൺഗ്രസ് അംഗങ്ങൾ, പശ്ചിമ ബംഗാളിൽ നിന്നുള്ള തൃണമൂൽ കോൺഗ്രസ് അംഗങ്ങൾ അപഹാസ്യമാണ് എന്ന വിധത്തിലായിരുന്നു ധനമന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം. സഭയ്ക്കകത്തും പുറത്തും ഈ വിഷയത്തിൽ ബഡ്ജറ്റിൽ അവഗണന എന്ന ആക്ഷേപം ഉയർത്തി കേരളത്തിൽ നിന്നുള്ള എംപിമാർ, അത് ഇടത് വലത് ഭേദമന്യേയും ഇന്ത്യ സഖ്യത്തിലെ എംപിമാർ ആകെയും പ്രതിഷേധം നടത്തുന്ന കാഴ്ചയ്ക്കാണ് സഭ ഇന്ന് സാക്ഷിയായത്. ഈ ചോദ്യോത്തരവേളയിൽ പ്രതിഷേധം അനുവദിക്കാൻ സാധിക്കില്ലെന്ന നിലപാട് സ്പീക്കർ സ്വീകരിച്ചു. തുടർന്നാണ് സഭാ നടപടികൾ പിന്നീട് മുന്നോട്ട് പോയത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ശബരി പാതയുമായി ബന്ധപ്പെട്ട് അല്പസമയത്തിന് മുമ്പ് റെയിൽവേ മന്ത്രി വ്യക്തമാക്കിയ നിലപാടാണ്. രണ്ടാമതൊരു പുതിയ അലൈൻമെന്റ് പരിഗണിക്കുന്നു. നിലവിലുള്ള അങ്കമാലി എരുമേലി അലൈൻമെന്റ് അതിൽ വലിയ സങ്കീർണതകളുണ്ട്. ആ സങ്കീർണതകൾ ഉള്ളതുകൊണ്ട് പമ്പയിൽ എത്തുന്ന വിധത്തിൽ പുതിയ ഒരു അലൈൻമെന്റ് പരിഗണിക്കുകയാണ്. അത് സംസ്ഥാനം അംഗീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ നടപടികളുമായിട്ട് മുന്നോട്ട് പോകും. കേരളത്തെ രൂക്ഷമായിട്ടുള്ള ഭാഷയിൽ റെയിൽവേ മന്ത്രി കുറ്റപ്പെടുത്തുന്നതും സഭയിൽ കേൾക്കാൻ സാധിക്കുമായിരുന്നു. മന്ത്രി പറഞ്ഞതനുസരിച്ച് സ്ഥലമെടുത്തു നൽകുന്ന നടപടികൾ അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൽ വലിയ വീഴ്ചയാണ് സംസ്ഥാനം കാട്ടുന്നത്. പ്രധാനമന്ത്രി പ്രത്യേക താല്പര്യമെടുത്ത പദ്ധതികളിൽ പോലും സംസ്ഥാനത്തിന്റെ ഭാഗത്ത് നിന്ന് നിരാശാജനകമായിട്ടുള്ള പ്രതികരണമാണ് സ്ഥലമെടുപ്പ് വിഷയത്തിൽ ഉണ്ടാകുന്നത് എന്ന വിമർശനം കേരളത്തിന് നിരാശയായിരുന്നെങ്കിലും ബജറ്റ് ഇതര അല്ലെങ്കിൽ ബജറ്റിന് പുറത്തുള്ള വിശാലമായ പ്രഖ്യാപനങ്ങളിൽ മറ്റ് സംസ്ഥാനങ്ങളും ഉൾപ്പെടുമെന്ന വിശദീകരണം ധനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. ശബരി പാതയ്ക്ക് ഉള്ള ഒരു സാധ്യത കൂടി തെളിയുന്നുണ്ട്. വിവരങ്ങൾ നൽകിയത് രാധാകൃഷ്ണനാണ് ഡൽഹിയിൽ നിന്ന്.